നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടനായിരുന്നു ടി.പി. മാധവൻ. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്ന നടനായിരുന്നു ടി.പി. മാധവൻ. താരസംഘടന അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു മാധവൻ. ഇപ്പോൾ പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസിയാണ്. 600-ലേറെ സിനിമകളിൽ അഭിനയിച്ച താരം ഇപ്പോൾ പാതി ഓർമ്മയിലാണ് ജീവിക്കുന്നത്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുള്ള താരം ഇന്നിപ്പോൾ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. നടന്റെ അവസ്ഥയെക്കുറിച്ച് നേരത്തെയും വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും മാധവനെ തേടിയെത്തിയില്ല. സിനിമാ രംഗത്ത് നിന്നോ സാംസ്കാരിക വകുപ്പിൽ നിന്നോ ആരും അദ്ദേഹത്തെ കാണാൻ പോലും എത്തിയിരുന്നില്ല. സിനിമാ പ്രവർത്തകർ മാത്രമാണ് ഇതുവരെ വന്നതെന്ന് ഗാന്ധിഭവൻ അധികൃതർ പറയുന്നു. വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാതായതോടെയാണ് തലചായ്ക്കാൻ ഇടം തേടി അദ്ദേഹം ഗാന്ധിഭവനിലെത്തിയത്. എല്ലാവിധ സൗകര്യങ്ങളും നൽകി സിനിമാക്കാരനെന്ന പ്രൗഢിയോടെ ഷൂട്ടിംഗ് സെറ്റിലെ പഴയ ഓർമ്മകൾ അയവിറക്കിയാണ് ടി.പി. മാധവന്റെ ഗാന്ധിഭവനിലെ താമസം. 8 വർഷമായി ടി.പി. മാധവൻ ഗാന്ധിഭവനിലെത്തിയിട്ട്. ചിലതെല്ലാം മാധവൻ ഓർത്ത് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും വ്യക്തതയില്ല. നടൻ സുരേഷ് ഗോപിയും പത്തനാപുരത്തിന്റെ MLA കൂടിയായ KB ഗണേഷ് കുമാറും മാത്രമാണ് ഇടയ്ക്കിടെ വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ജയരാജൻ വാര്യർ, മധുപാൽ ഇങ്ങനെ ചുരുക്കം പേർ അദ്ദേഹത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ കാണാൻ വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ ഗാന്ധിഭവൻ ശുശ്രൂഷ നൽകുമെന്ന് അടുത്തിടെ ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കാണാൻ കുടുംബാംഗങ്ങൾ ആരും ഗാന്ധിഭവനിൽ എത്താറില്ല. തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് ടി.പി. മാധവനെ ഗാന്ധിഭവനിൽ എത്തിക്കുന്നത്. ഗാന്ധിഭവനിൽ എത്തിയ ശേഷം ചില സീരിയലുകളിലും സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് മറവി രോഗം ബാധിച്ചതോടെ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ ടി.പി. മാധവനെ സന്ദർശിക്കാൻ ഗാന്ധിഭവനിൽ എത്തുകയും അല്പനേരം അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. ഗതാഗത മന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ ഗണേഷ് കുമാർ സന്ദർശനം നടത്തിയത്. നടൻ മോഹൻലാലിനോടും ഗാന്ധിഭവനിൽ എത്തി ടി.പി. മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ വീണ്ടും വന്നു കാണാമെന്ന ഉറപ്പും ടി.പി. മാധവന് നൽകിയ ശേഷമാണ് മന്ത്രി മടങ്ങിയത്. മോഹൻലാലിനെ കാണാനുള്ള ആഗ്രഹം അദ്ദേഹം തന്നെ കാണാൻ എത്തുന്നവരോട് എപ്പോഴും പങ്കുവയ്ക്കാറുള്ളതാണ്. ഗാന്ധിഭവന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഗണേഷിനൊപ്പമുള്ള ടി.പി. മാധവന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. ലാലേട്ടന് അദ്ദേഹത്തെ ഒന്നുപോയി കണ്ടൂടെ? മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് വിഷമം അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹവും പരിഗണനയും നൽകേണ്ടത്. അദ്ദേഹത്തെ പോലെയുള്ള കലാകാരന്മാരോട് സിനിമാ സംഘടനകൾ കാണിക്കുന്നത് കടുത്ത അവഗണനയാണ്. സ്വന്തം വീട്ടുകാർക്കോ വേണ്ട. ആയുഷ്കാലം മുഴുവൻ സിനിമയെ സ്നേഹിച്ച മനുഷ്യനാണ്. സിനിമയിലുള്ളവർ ഇങ്ങനെ അവഗണിക്കരുത് എന്നിങ്ങനെയാണ് കമന്റുകൾ. ടി.പി. മാധവനെ ഇപ്പോഴും സഹായിക്കുന്നത് അമ്മ സംഘടനയാണ്. അദ്ദേഹത്തിന്റെ ആശുപത്രി ബില്ലുകൾ അടക്കം അടച്ചത് സംഘടനയാണ്. എല്ലാ മാസവും അദ്ദേഹത്തിനുള്ള കൈനീട്ടം നൽകാറുണ്ട്. 2.5 മാസത്തോളം ആശുപത്രിയിൽ കൂട്ടിയിരുന്നു. ഇതിനിടയിലാണ് ഹരിദ്വാർ യാത്ര പോയത്. അവിടെ നിന്നാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. അവിടെ മാധവൻ ചേട്ടനെ തിരിച്ചറിഞ്ഞ പൂജാരിയാണ് സുരേഷ് ഗോപിയെ വിളിച്ച് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹത്തിന് ആയുർവേദ ചികിത്സ നൽകിയത് എന്നാണ് അടുത്തിടെ ടി.പി. മാധവനെ കുറിച്ച് സംസാരിച്ച് ഇടവേള ബാബു പറഞ്ഞത്. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ N.P. പിള്ളയുടെ മകനാണ് ടി.പി. മാധവൻ. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മുംബൈയിലും കൊൽക്കത്തയിലും മറ്റു പരസ്യ ഏജൻസികൾ നടത്തിയിരുന്നു. 40-ാമത്തെ വയസ്സിൽ നടൻ മധുവിനെ പരിചയപ്പെടുകയും മധു സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി 10 വർഷം പ്രവർത്തിച്ചു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.